അഭിമന്യ പിതാക്കന്മാരെ, പ്രിയപ്പെട്ടവരെ, 2021-24 സഭയുടെ ചരിത്രത്തിൽ നിർണായകമായ വർഷങ്ങളായിരുന്നു. മെത്രാന്മാരുടെ 16ാമത് സാധാരണ സമ്മേളനം 2 ഘട്ടങ്ങളായി 2023-ലും 24-ലും കൂടുകയുണ്ടായി. ഇതിനിടെ സിനഡിൻ്റെ വിഷയമായ കൂട്ടായ്മ, പങ്കാളിത്തം, പ്രേഷിത ദൗത്യം എന്നത് സഭയിൽ ആകമാനം ഇടവകകൾ തുടങ്ങി മെത്രാൻ സമിതികൾ വരെ കൂലങ്കഷമായി ചർച്ചാ വിഷയമായി. 2 സമ്മേളനങ്ങളുടെയും അനന്തരഫലമായി ഉരുത്തിരിഞ്ഞതാണ് അവിടെ മെത്രാന്മാരും സന്യസ്ത സ്ത്രീ പുരുഷന്മാരും അൽമായ സ്ത്രീ പുരുഷന്മാരും അടങ്ങിയ സമ്മേളന അംഗങ്ങൾ അംഗീകരിച്ച അന്തിമ രേഖ, ഫൈനൽ ഡോക്യുമെന്റ്. അതിൽ ഒപ്പുവെച്ചത് മെത്രാന്മാരോടൊപ്പം 27% അൽമായരായിരുന്നു എന്ന പ്രത്യേകതയുണ്ട്. സിനഡ് അവസാനിച്ചപ്പോൾ ഫ്രാൻസിസ് പാപ്പ ഈ അന്തിമ രേഖ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനമായി സ്വീകരിക്കാമെന്നും താൻ ഒരു സിനഡനന്തര രേഖ പുറപ്പെടുവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പറഞ്ഞു. മാത്രമല്ല, അന്തിമരേഖ സാധാരണ പ്രബോധനം, ഓർഡിനറി മജിസ്റ്റേറിയം ആയി സ്വീകരിക്കാമെന്നും പ്രഖ്യാപിച്ചു. അതിൻ്റെ തർജിമയാണ് ഇവിടെ ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണിത്. സഭയെക്കുറിച്ചും സഭയുടെ സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെക്കുറിച്ചുമുള്ള നിർദ്ദേശക തത്വങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ രേഖ. ഈ തർജിമ പ്രകാശനത്തിൻ്റെ ഭാഗമായിട്ട് അത് ഇന്ന് KCBC അധ്യക്ഷൻ അഭിമന്യ വർഗീസ് ചക്കാലക്കൽ പിതാവ്, CBCI അധ്യക്ഷൻ അഭിമന്യ ആൻഡ്രൂസ് താഴത്ത് പിതാവിന് നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിക്കുന്നു. അൾത്താരയുടെ മുൻവശത്തേക്ക് വന്ന് നമുക്കെല്ലാവർക്കും പ്രത്യേകം കരങ്ങളടിച്ച് ഈ മഹനീയ കർമ്മത്തെ പ്രത്യേകം സന്തോഷകരമാക്കാം.